ജബ് വി മെറ്റ്. രചന ശരണ്യ പുന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. പക്ഷേ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? എൻ്റെ മകളും അവനായിട്ടുള്ള വിവാഹക്കാര്യം എങ്ങനെ അറിഞ്ഞു? അവൻ്റെ ചേച്ചിയുടെ വിവാഹം നടക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങളുടെ മകളെക്കുറിച്ച് നിങ്ങൾ അവനോട് സംസാരിച്ചെല്ലാം ഞാൻ കേട്ടു. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കരുതെന്ന് തോന്നി, അതുകൊണ്ട് വന്നു. അവരൊരു പെൺഡ്രൈവ് അയാൾക്ക് നേരെ നീട്ടി. നന്ദനത് മേടിച്ചു. എല്ലാം ഇതിലുണ്ട്. അവർ തിരിഞ്ഞു നടന്നു. പിന്നെ അന്നത്തെ ആ കേസിലെ 4 പ്രതികൾ 2 പേർ ഒരു കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. പിന്നെ 1-ാം പ്രതി ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കഴിയുന്നു. ഒരിക്കലും ഭേദാവാത്ത മാറാരോഗം, എയ്ഡ്സ്. നാളെ ഇനി ആകാശിന്റെ വിധി. മകളുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഇനി നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ആരാ? മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കിയിട്ട് അവരവിടുന്ന് പോയി. അന്ന് തന്നെ നന്ദഗോപാൽ ആ പെൺഡ്രൈവുമായി പരിചയമുള്ള ഒരു പോലീസ് ഓഫീസറെ ചെന്ന് കണ്ടു. അവർ പറഞ്ഞെല്ലാം സത്യമാണെന്ന് വിളിച്ചു വന്ന കാര്യങ്ങളായിരുന്നു ആ പെൺഡ്രൈവിൽ. ആ പോലീസ് ഓഫീസർ സൈബർ സെല്ലിലുള്ള അയാളുടെ സുഹൃത്തു വഴി ആകാശ് പഠിച്ചിരുന്ന കോളേജിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് ആ സമയം അവിടെ പഠിച്ചിരുന്ന കുറച്ചുപേരുടെ നമ്പർ സംഘടിപ്പിച്ചു. അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നന്ദന് വീണ്ടും ഒരിക്കൽ കൂടി ബോധ്യമായി. തെറ്റുപറ്റിയെന്ന് മനസ്സിലായപ്പോൾ അയാൾ ആദ്യം ദീപുവിനെ വിളിച്ചു. ആകാശ് നല്ലവനല്ലെന്ന് പറഞ്ഞ് ദീപു അയാളുമായി വഴക്കിട്ടിരുന്നു. അറിഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ ദീപുവിനോട് പറഞ്ഞു. ട്രെയിനിങ് കഴിഞ്ഞ് നാട്ടിലെത്തിയ അന്ന് തന്നെ ദീപു നന്ദനെയും കൂട്ടി ജിത്തുവിനെ കാണാൻ മംഗളത്ത് ഷോപ്പിംഗ് സെന്ററിലേക്ക് പോയി. വിനോദ് അവിടെ ഉണ്ടായിരുന്നു. ആകാശിനെ കുറിച്ചും അവന്റെ ചേച്ചിയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും 2 ഫാമിലിയും തെറ്റിപ്പിരിഞ്ഞതിനെ കുറിച്ചുമെല്ലാം ജിത്തു അയാളോട് പറഞ്ഞു. ഇഷ്ടമില്ലെന്ന് ഗൗരി 1000 വട്ടം പറഞ്ഞിട്ടും സ്വന്തം മകളെ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടതോർത്ത് ആ അച്ഛൻ്റെ ഉള്ളു വിങ്ങി. അയാൾ അവരുടെ മുന്നിൽ നിന്നും പൊട്ടിക്കരഞ്ഞു. ജിത്തുവിനെയും വിനോദിനെയും വീട്ടിൽ നിന്ന് അപമാനിച്ച് ഇറക്കി വിട്ടതിന് അയാൾ അവരോട് മാപ്പ് പറഞ്ഞു. അവനോട് വീട്ടുകാരെ കുട്ടി ഒരു വട്ടം കൂടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് ദീപുവും നന്ദനും അവിടുന്ന് ഇറങ്ങി. പക്ഷേ എന്തുകൊണ്ടോ ജിത്തുവിന് അയാളോടൊന്നും മറച്ചു വെക്കാൻ തോന്നിയില്ല. അവനും ഗൗരിയും പരസ്പരം ഇഷ്ടപ്പെട്ടതും അവരുടെ വിവാഹം കഴിഞ്ഞതും അവൻ അയാളോട് പറഞ്ഞു. അത് തൻ്റെ അറിവോടെ ആയിരുന്നു എന്നുള്ള സത്യം ദീപുവും പറഞ്ഞു. ചെയ്തത് തെറ്റാണെന്നും ഗൗരിയോട് അവനോട് മാപ്പാക്കണമെന്നും പറഞ്ഞ് ജിത്തു അയാളുടെ കാലിൽ വീഴാൻ ഒരുങ്ങിയപ്പോൾ നന്ദൻ്റെ മനസ്സ് നിറഞ്ഞു. തൻ്റെ ചോയ്സ് തെറ്റിയെങ്കിലും മകളുടെ ചോയ്സ് കറക്റ്റാണെന്ന് അയാൾക്ക് മനസ്സിലായി. അവിടെ വെച്ച് തന്നെ ആകാശിൻ്റെ വീട്ടിൽ വിളിച്ച് അവരുമായുള്ള ബന്ധത്തിൽ താല്പര്യമില്ലെന്ന് പറയാൻ പോയ നന്ദനെ ജിത്തു തടഞ്ഞു. വിനോദും ജിത്തുവും പറഞ്ഞതനുസരിച്ചായിരുന്നു ബാക്കിയുള്ള നാടകം. ഇനി നമുക്ക് പ്രസന്റിലേക്ക് തിരിച്ചു വരാം. പാവ നീതുവും ഗൗരിയും അവർ താടിക്ക് കൈയും കൊടുത്ത് പടിയിലിരിക്കുമായിരുന്നു. എന്താ മരുമോനെ, എൻ്റെ മോളുടെ കിളിയെല്ലാം പോയോ? ജിത്തു അവൾക്ക് മുന്നിലായി മുട്ടുത്തിയിരുന്നു. ഗൗരി പോടോ. അവൾ ജിത്തുവിൻ്റെ മുഖത്തും ദേഹത്തൊക്കെ മാറി മാറി അടിച്ചു. എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? കുറച്ച് മുമ്പ് വരെ ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയോ? ഗൗരി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സോറി, നിനക്കൊരു സർപ്രൈസ്. ആകാശിൻ്റെ പണി അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് എന്നോടെങ്കിലും പറയായിരുന്നു. വെറുതെ ഞാൻ എൻ്റെ കുഞ്ഞിനെ തല്ലി. അത് സാരമില്ല, അവൾ ചെയ്ത കുഞ്ഞ് തെറ്റിന് നിന്റെ വക ഒരു കുഞ്ഞ് ശിക്ഷ. ഗൗരി എഴുന്നേറ്റ് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അച്ഛ, അമ്മ, സോറി. സാരമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നില്ലേ? പോട്ടെ. ശരിയാ, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നതാണല്ലോ. നീതു എല്ലാവരെയും നോക്കി പല്ലിളിച്ച് കാണിച്ചു. ഡീ കാന്താരി, ഇങ്ങ് വന്നേ. നന്ദൻ അവളെ അടുത്തേക്ക് വിളിച്ചു. കൂട്ടുകാരിയെ തല്ലാൻ പോയപ്പോ മുന്നീ കയറുന്ന ഭയങ്കര ഡയലോഗായിരുന്നല്ലോ. പിന്നെ ആകാശിനോട് എന്തോ പറഞ്ഞല്ലോ. അത് അങ്കിൾ ഒരാവേശത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, അത് മതി. എൻ്റെ ഗൗരി കുഞ്ഞിന് സന്തോഷമായില്ലേ? വിനോദ് ഗൗരിയുടെ കവിളിൽ പിടിച്ച് ചോദിച്ചു. ഗൗരി അമ്മയുടെ അടുത്തേക്ക് പോയി. പിന്നെ കുറച്ചു നേരം അവർ അച്ഛനും അമ്മയും മകളും മാത്രമുള്ള അവരുടെ ലോകത്തിലായിരുന്നു. 2 പേരോടും ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല. നാടും നാട്ടുകാരും അറിഞ്ഞ് ഒരു കല്യാണത്തിൻ്റെ ആവശ്യം ഇനിയുണ്ടോ? അത് അങ്കിൾ, ഒരിക്കൽ നീ കെട്ടിയ താലി എൻ്റെ മോളുടെ കഴുത്തിൽ നിന്ന് മാറണ്ട മോനെ. അത് അവിടെ തന്നെ കിടന്നോട്ടെ, അഴിച്ച് വീണ്ടും കെട്ടണ്ട. സ്വന്തം മകളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരച്ഛൻ്റെ പ്രായശ്ചിത്താണെന്ന് കൂട്ടിയാൽ മതി. ഗൗരിയുടെ അമ്മക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു. നിങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ ഗൗരിയും ജിത്തും പരസ്പരം നോക്കി. അവർ കൈ കോർത്ത് പിടിച്ചു. മോനെ, ഞങ്ങൾ ഇറങ്ങുക. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. മാമിയും മാമനും ദീപൊക്കെയായി. പിന്നെ ദേവുവിനോട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഗൗരി അച്ഛനോടും അമ്മയോട് യാത്ര പറഞ്ഞു. വിനോദ് അവരെ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ കാറും എടുത്തു പോയി. എന്താണ് എൻ്റെ ഗൗരിക്കുടിക്കൊരു ആലോചന? എന്നാലും അച്ഛനെ കാണാൻ ചെന്ന ആ സ്ത്രീ ആരായിരിക്കും? ഞാനത് ആലോചിക്കുകയായിരുന്നു. ഇനി ഇവർ 2 കൂടി നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ആരെങ്കിലും പറഞ്ഞു വിട്ടതാവോ? നീതു പറഞ്ഞു കേട്ട് ജിത്തു അവളെ തുറിച്ചു നോക്കി. പോടി കുട്ടി പിശാചെ.
അവൾ പറഞ്ഞ സംശയം എനിക്കും തോന്നി. സത്യം പറയാം മോനെ ഇന്ദ്രേട്ടാ. ഗൗരി അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു. ഇല്ല, എനിക്കറിയില്ല. ദീപു പറഞ്ഞപ്പോഴാ അങ്ങനെ സംഭവത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നത്. ഓക്കെ, വിശ്വസിച്ചു. ഞാനിന്ന് വീട്ടിൽ പോയിട്ട് അപ്പച്ചി ഈ കാര്യങ്ങളെപ്പറ്റി എനിക്കൊരു ക്ലൂ പോലും തന്നില്ലല്ലോ. അതിന് അപ്പച്ചിക്ക് അറിയില്ലല്ലോ. ഇനി വേണം അപ്പച്ചിയോടെ എല്ലാം പറയാൻ. അമ്പട കള്ള. അല്ല, അപ്പം ഞാൻ ഇന്ന് തന്നെ ഹോസ്റ്റലിൽ വെക്കറ്റ് ചെയ്യട്ടെ? എന്തിന്? എൻ്റെ ജിത്തു ചേട്ടാ, നിങ്ങളും ആ പോലീസുകാരൻ പോലെ ഒരു മണ്ടനാണ്. ഇപ്പം എല്ലാവരും അറിഞ്ഞില്ലേ ഇവള് ചേട്ടൻ്റെ ഭാര്യയാണെന്ന്? അത് മാത്രമല്ല, ഇവളുടെ വീട്ടിലും പ്രോബ്ലം ഒന്നുമില്ല. ആകെ മൊത്തം ഹാപ്പി. അപ്പൊ പിന്നെ അവൾ ഇനി ചേട്ടൻ്റെ വീട്ടിലല്ലേ നിൽക്കുക? ഏയ്, അത് വേണ്ട. പഠിത്തം കഴിയുന്നവരെ ഇവള് ഹോസ്റ്റലിൽ തന്നെ നിന്നാൽ മതി. ഇവള് മാത്രമല്ല, നീയും. അത് പറ്റില്ല. എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ നിൽക്കില്ല. അതെന്താ? ഞാനിനി പിള്ളേരൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും? കോളേജിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴേക്കും വട്ടുപിടിക്കുക. ജിത്തു കുറച്ചു നേരം താളിൽ കൈവച്ചെന്ന് ആലോചിച്ചു. ആ, വഴിയുണ്ടാക്കാം. ഇപ്പം എന്തായാലും മോൾ അകത്തേക്ക് പോക്കോ. അപ്പൊ ഇന്ദ്രേട്ടൻ? ഏട്ടനിപ്പോൾ വരില്ലേ? ഞാൻ പോയിക്കോളാം. ഗൗരി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഗ്രില്ല് തുറന്നു. സ്റ്റെയർ കയറി പകുതിയായപ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ജിത്തു അവളെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഗൗരി വേഗം അവൻ്റെ അടുത്തേക്ക് ഓടി. ഒരു കാര്യം പറയാൻ മറന്നു. അവൾ ജിത്തുവിൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ലവ് യു ഹബി. തിരിഞ്ഞിടന്ന ഗൗരിയുടെ കയ്യിൽ ജിത്തു പിടിച്ചു. എന്താ ഇന്ദ്രേ? അതിനു മുമ്പേ ജിത്തു അവളുടെ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടുകളാൽ ലോക്ക് ചെയ്തിരുന്നു. ആ കാഴ്ച കണ്ട് നീതു കണ്ണുപൊത്തി. നീതുവും ഗൗരിയും വരുന്നു നോക്കി അഞ്ജലി രഹനയും അവരുടെ റൂമിന് മുമ്പിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർ മാത്രമല്ല, ഹാളിലെ മേശയ്ക്ക് ചുറ്റും ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഗൗരി അവർക്ക് മുഖം കൊടുക്കാതെ റൂമിലേക്ക് പോവാൻ നോക്കി. പക്ഷേ അതിനു മുമ്പേ പിള്ളേരെല്ലാം കൂടി അവർ രണ്ടുപേരെയും വളഞ്ഞു. ഗൗരി, നീ ജിത്തു സാറിൻ്റെ? അന്ന് സാറിൻ്റെ ലാപ്ടോപ്പിൽ കണ്ട ഫോട്ടോ നിന്റേതായിരുന്നല്ലേ? അത് വേറെ എവിടെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ഇവളോട് പറയുകയും ചെയ്തു. എന്നാലും നീ ഞങ്ങളോട് സോറി, ഞങ്ങൾ ആരെയും അറിയിക്കാതെ കൊണ്ടുവരണം. പക്ഷെ ഇതിങ്ങനെയൊക്കെ ആവുമെന്ന് ആരും കരുതിയില്ല. ചേച്ചി, നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാ, ഒരു ജൂനിയർ കുട്ടി പറഞ്ഞു കേട്ട് ഗൗരി ചിരിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഗൗരി മോളിങ്ങി വന്നേ, ഫുൾ സ്റ്റോറി പറഞ്ഞ എന്ത്, എങ്ങനെ, എപ്പോൾ. രഹന ഗൗരിയെ പിടിച്ചുകൊണ്ടുപോയി മേശക്കരികിലിരുത്തി. എന്നിട്ട് അവരെല്ലാം അവൾക്ക് ചുറ്റും കൂടിയിരുന്നു. എന്തു പറയാൻ? എല്ലാം പറയണം. ഗൗരി ആശങ്കയോടെ നീതുവിനെ നോക്കി. ആ, ഇനി നീയായിട്ട് എന്തിനെ ഒളിച്ചു വെക്കുന്നു? പറഞ്ഞോ. അവളുടെയും ജിത്തുവിൻ്റെയും സംതിങ് സ്റ്റോറി ഗൗരി അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തു. അതിൻ്റെ കൂടെ നീതുവിനിട്ടൊരു പണിയും കൊടുത്തു. പോലീസ് ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയുന്ന ഫോട്ടോ എടുക്കാനുള്ള അവളുടെ ആഗ്രഹം അങ്ങനെ ആ പിള്ളേരും അറിഞ്ഞു. സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഫോട്ടോസ് കാണണമെന്നായി. അവസാനം അവരുടെയൊക്കെ നിർബന്ധം കാരണം ഗൗരി ഫോട്ടോസും കാണിച്ചു കൊടുത്തു. അതെ, ഇനി ഞാൻ പൊക്കോട്ടെ? പോയിക്കോ. പക്ഷെ ഞങ്ങളെ ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ട് കല്യാണം നടത്തിയില്ലേ? അതുകൊണ്ട് പരസ്യമായിട്ട് ഒരു വൻ ചെലവ് തന്നെ നടത്തണം. ഓ, ആയിക്കോട്ടെ. റൂമിലെത്തിയ ഉടൻ പിള്ളേരെല്ലാവരും കൂടി അവളെ കൂട്ടത്തോട് വളഞ്ഞ കാര്യം ഗൗരി ജിത്തുവിനോട് പറഞ്ഞു. എന്തു പറഞ്ഞു നിന്റെ ഇന്ദ്രേട്ടൻ? ആ കൊച്ചു വെറുതെ ചിരിക്കുന്നു. അപ്പച്ചിയോടെ എല്ലാം പറഞ്ഞു. അപ്പച്ചി ഫുൾ ഹാപ്പി. പിന്നെ ഞാൻ കണ്ടായിരുന്നു. എന്ത്? നിന്റെ ഇന്ദ്രേട്ടൻ ടോവിനോ ആയ രംഗം. ഓടി. ഗൗരി തലയിണയിൽ മുഖമൊളിപ്പിച്ചു. ഓഹോ, ഗൗരി കുട്ടിക്ക് നാണം വന്നോ? പിന്നെ മോള് ഗൗരി, ഇനി നിനക്ക് നിങ്ങളുടെ ഫോട്ടോസ് എവിടെ ആണെങ്കിലും പോസ്റ്റ് ചെയ്യാം. ഇൻസ്റ്റ, FB, വാട്സാപ്പ്, എവിടെയും. ഗൗരി മുഖത്തുനിന്ന് തലയിണ മാറ്റി. ഞാൻ ഈ കാര്യം ഓർത്തില്ല, ഓർപ്പിച്ചതിന് താങ്ക്സ്. അപ്പോൾ തന്നെ ഗൗരി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലെല്ലാം നിരത്തി പിടിച്ച് അവരുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ച് സമാധാനമായി കിടന്നുറങ്ങി. രാവിലെ ഗൗരി നീതും നേരത്തെ റെഡിയായി. അവർ ഫുഡ് കഴിക്കാൻ മെസ്സിൽ പോയില്ല. വീണ്ടും ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. പകരം അവർ ഗണേഷ് ഭവനിൽ പോയി നല്ല ചൂട് മസാല ദോശ കഴിച്ചിട്ട് സെക്യൂരിറ്റി ഗേറ്റ് തുറക്കുന്നത് നോക്കിയിരുന്നു. അവരായിരുന്നു ക്ലാസ്സിൽ ആദ്യം എത്തിയത്. ഹോ, ഈ കോളേജ് ഇങ്ങനെയായിരുന്നു. നമ്മളിതുവരെ നേരത്തെ വന്നിട്ടില്ലല്ലോ. എന്തായാലും ആദ്യം വന്നത് നന്നായി. ഇല്ലെങ്കിൽ ആ പിള്ളേരുടെ ഇടയിൽ വരുമ്പോൾ ഓരോന്നിൻ്റെ നോട്ടം, ചിരി, മൂനവെച്ച ചോദ്യങ്ങൾ എന്തിനാ വെറുതെ? ഇന്നെന്താ നിങ്ങൾ നേരത്തെ എത്തിയോ? ആ, ആർക്കൊരു ചേഞ്ച് ഇഷ്ടമല്ലാത്ത? പതിയെ ഓരോരുത്തരായി വന്നു തുടങ്ങി. ക്ലാസ്സിലേക്ക് കയറിയപാട് ബാഗ് വെച്ചിട്ട് അവരെല്ലാം ഗൗരിയുടെ അടുത്തേക്ക് വന്നു. എന്തുവാ പിള്ളേരെ, എനിക്കൊന്ന് കല്യാണം കഴിക്കാനും പാടില്ലേ? എന്നാലും ജിത്തു സാർ വെറുതെ അല്ല അന്ന് വൈഫിന്റെ പേര് പോലും പറയാതെ പോയത്. നിനക്ക് ഈ അഞ്ജലിയോട് രഹനോടെങ്കിലും പറയായിരുന്നു. നിന്നെ സാറിനെ സ്റ്റാഫ് റൂമിൽ വെച്ച് കണ്ട കാര്യം ഞാൻ ഇവളോട് പറഞ്ഞപ്പോൾ പാവം വാ പൊളിച്ച് നിൽക്കുമായിരുന്നു. അതിപ്പോ വിദ്യ പറഞ്ഞു കേട്ട് ഗൗരി അന്തം വിട്ട് അഞ്ജലിയെ നോക്കി. ആ, അതൊക്കെ കണ്ടു. ഇവൾ എന്നോട് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരുന്ന സാറിനെ പറ്റി സംസാരിച്ചോ നീ എന്നോട് ദേഷ്യപ്പെട്ടു. ഇവള് പറഞ്ഞ് ആലോചിച്ചും വട്ടുപിടിച്ച് നടക്കുമായിരുന്നു ഞാൻ. എന്തായാലും എനിക്ക് നിന്നോടൊന്നും ചോദിക്കേണ്ടി വന്നില്ല. അതെ പെൺപിള്ളേരെ, ഇപ്പൊ മിസ് വരും, എല്ലാവരും പോയട്ടെ. മിസ് വരട്ടെ, അതുവരെ സംസാരിക്കാമല്ലോ. ഗൗരി, നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ട്?
നീയാണോ സാറാണോ ആദ്യം പ്രപ്പോസ് ചെയ്ത്? എങ്ങനെയായിരുന്നു മാരേജ്? ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് എല്ലാവരും അറിഞ്ഞില്ലേ, പിന്നെന്താ സിന്ദൂരിടാത്ത? ഇന്നലത്തെ മറ്റേ പയ്യൻ ആരായിരുന്നു? അവന് നിന്നെ ഇഷ്ടമായിരുന്നോ? നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു. ഗൗരി തലയിൽ കൈവച്ച് പോയി. ഇന്നലെ രാത്രി ഇതാ ഈ നിൽക്കുന്ന സാധനങ്ങളെല്ലാം കൂടി എന്നെ കൊണ്ട് നീ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം പറയിപ്പിച്ചു. കേട്ടവര് കേൾക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്ക്. എന്റെ പൊന്നോ, അല്ല പിന്നെ. നീതും ഗൗരിയും എല്ലാവരെയും ഓടിച്ചു വിട്ടു. ഹാ, ദേ വരുന്നു അടുത്ത കുരിശ്, കരിഷ്മ. അവൾ അവരുടെ അടുത്തേക്ക് വന്നു. ഞാനൊരു കാര്യം അറിഞ്ഞു, അത് സത്യമാണോ? നീയാണോ ജിത്തു സാറിന്റെ വൈഫ്? അതെ. ഓക്കെ. കരിഷ്മ തിരികെ സീറ്റിൽ പോയിരുന്നു. എന്താടി ഒരു കരിഞ്ഞ മണം? അതവളുടെ ഹൃദയം കരിഞ്ഞതിൻ്റെ ആവും. പിന്നെ നീ സിനിമ കാണാറില്ലേ, ഒന്ന് സൂക്ഷിച്ചോ. എന്തിന്? വെറുതെ. ക്ലാസ്സിലേക്ക് വന്ന ഓരോ സ്റ്റാഫും ആദ്യം നോക്കിയത് ഗൗരിയായിരുന്നു. എന്താടി എല്ലാവരും എന്നെ നോക്കുന്നത്? ഇവരൊക്കെ അറിഞ്ഞോ? കോളേജിന്റെ യുവകോമളിന്റെ ഹൃദയം കവർന്ന പെൺകുട്ടിയല്ലേ, എങ്ങനെ നോക്കാതിരിക്കും? പിന്നെ സ്റ്റാഫൊക്കെ അറിയാനാണോ പാട്? നമ്മുടെ ഹോസ്റ്റലിലെ പിള്ളേര് നല്ല ഒന്നാന്തരം ന്യൂസ് പേപ്പർ അല്ലേ. ലഞ്ച് ബ്രേക്കിന് പുറത്തിറങ്ങിയപ്പോൾ പലരുടെയും നോട്ടം അവളിലാണെന്ന് ഗൗരിക്ക് മനസ്സിലായി. എന്റെ കൃഷ്ണ, ഒരു കല്യാണം കഴിച്ച് ഇത്ര വലിയ അബദ്ധമായോ? ഇവരൊക്കെ ഇങ്ങനെ നോക്കാൻ മാത്രം അങ്ങേരാര്? അവര് നോക്കട്ടെ എന്ന്. അങ്ങനെയെങ്കിലും നമ്മൾ നാലാൾ നോക്കുന്ന കണ്ട് സന്തോഷിക്കുക. പോടി, ഞാനെന്റെ കെട്ടിയൊന്ന് വിളിച്ചോട്ടെ. ഉച്ചയ്ക്ക് ശേഷം അങ്ങേരുടെ ക്ലാസ് ആണല്ലോ. ഗൗരി വിളിച്ചപ്പോൾ ജിത്തു ഡ്രൈവിംഗിലായിരുന്നു, അതുകൊണ്ട് അവർ ഫോൺ എടുത്തില്ല. അങ്ങേര് ഫോൺ എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ജിത്തു ചേട്ടൻ ഇന്ന് വരില്ല. ഈ പിള്ളേരെയും സ്റ്റാഫിനെയൊക്കെ ഫേസ് ചെയ്യണ്ടേ? അതിന് മാത്രം ഞങ്ങൾ എന്ത് ചെയ്തു? ജിത്തു ചേട്ടൻ നിന്നെ പഠിപ്പിക്കുന്ന സാറ്, നീ ചേട്ടന്റെ സ്റ്റുഡന്റ്, അത് തന്നെ ധാരാളം. ഇത് കേരളമാണ് മോളെ, കേരളം. നമ്മ മലയാളികൾക്ക് ഇതൊക്കെ ഒരു വലിയ സംഭവമാണ്. നീ ഇത് പറഞ്ഞു കേട്ട് ഗൗരി കുറച്ചു നേരം ആലോചനയോടെ നിന്നു. ഉച്ച ക്ലാസ് തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞിട്ടും ജിത്തു വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ വരില്ല. ഞാൻ ജിത്തു സാറിനെ പോയി നോക്കാം, സാറില്ലെങ്കിൽ വേറെ സ്റ്റാഫിനെ വിളിക്കും. നീ എന്തിനാ വിദ്യ സാറിനെ വിളിക്കുന്നത്? സാറിന്റെ പ്രിയപത്നി ഇവിടെ ഇരിക്കുമല്ലേ. ഇനിയിപ്പോൾ സാറിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അവളോട് ചോദിച്ചാൽ പോരെ. കരിഷ്മയുടെ കൂടെ നടക്കുന്ന ഒരുത്തി പറഞ്ഞ കമന്റ് കേട്ട് നീതു ചാടി എഴുന്നേറ്റു. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത തോന്നിയിരിക്കും ഗൗരിയുടെ പേര് വലിച്ചെടുക്കരുത്. ഓ, അവളുടെ പേര് പറയാൻ നീ എന്ത് ചെയ്യും? ഞാൻ കാര്യമില്ല പറഞ്ഞ്. എന്ത് ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാടി. അവളുടെ അടുത്തേക്ക് പോകാൻ പോയ നീതുവിനെ ഗൗരി തടഞ്ഞു. ഗൗരി ക്ലാസ്സിന്റെ സെന്ററിൽ പോയിന്ന് എല്ലാവരും കേൾക്കാനായി പറഞ്ഞു തുടങ്ങി. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻ്റാണ്. ഈ ക്യാമ്പസിനുള്ളിൽ ഞാനും നിങ്ങളുടെ ജിത്തു സാറും സ്റ്റുഡൻറ്റും ടീച്ചറായിട്ട് തന്നെ ബിഹേവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിൽ ഒരാളെ പോലെ തന്നെയാണ് ഞാനും ഈ ക്ലാസ്സിലിരുന്നത്. എനിക്ക് പ്രത്യേക പരിഗണനയൊന്നും നിങ്ങളുടെ സാറ് തന്നിട്ടില്ല. ഈ പറഞ്ഞ ശരിയില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ നിങ്ങളുടെ ജിത്തു സാറിന്റെ ഭാര്യയെ പോയതിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ പഠിപ്പിക്കാൻ വരും മുമ്പേ ഞാനും നിങ്ങളുടെ സാറും തമ്മിൽ പരിചയമുണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് വെറുതെ ക്ലാസ് റൂമിലേക്ക് വലിച്ചെടുക്കരുത്. ഇപ്പം ഞാൻ പറയുന്നത് എല്ലാവരോടും കൂടിയാ. പഠിപ്പിക്കുന്ന സാറിനെ മയക്കെടുത്തിട്ട് അവളിൽ നിന്ന് ന്യായം പറയുന്നു. ആടി, ഞാൻ മയക്കെടുത്ത് തന്നെ. അങ്ങനെ ഞാൻ മയക്കാൻ ചെന്നപ്പോൾ നിങ്ങളുടെ ജിത്തു സാറിനെ നിന്നെന്ന്. അല്ല, നിനക്കിപ്പോൾ എന്താ പ്രോബ്ലം? അങ്ങനെ നിന്റെ അമ്മാവിൻ്റെ മോനെന്നല്ലല്ലോ. പിന്നെ ഈ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാർക്ക് പഠിപ്പിക്കുന്ന സാറിനോട് പ്രേമം തോന്നിയാൽ കുഴപ്പമൊന്നുമില്ലേ? ഓ, അത് വേ ഇത് റേ അല്ലേ മോളെ. ബോത്ത് ആർ മാത്തമാറ്റിക്സ്. അതുകൊണ്ട് കൂടുതൽ ചാടാതെ നീ അവിടെ ഇരിക്ക്. ഗൗരി തിരികെ സീറ്റിൽ വന്നിരുന്നു. കലക്കി മോളെ. നീ ഇത് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് ജിത്തു ക്ലാസ്സിലേക്ക് കയറി വന്നു. എന്തായിരുന്നു ഇവിടെ ഒരു ബഹളം? എല്ലാവരും ഗൗരിയെ തിരിഞ്ഞു നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.